ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ഹിന്ദി എക്സാമിന് നമുക്ക് 7 മാർക്ക് അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 10 മാർക്കിനും ചോദ്യം വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബാത് ഉസ് മംഗൾവാർ കി. ബാത് ഉസ് മംഗൾവാർ കി എന്നത് ഡോക്ടർ രമണി അഡ്കൂരിയുടെ ഒരു ഡയറിയാണ്. അപ്പോൾ ഈ ഒരു ഡയറിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത് എക്സാമിന്? അപ്പോൾ പ്രധാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യം പഠിച്ചാൽ തന്നെ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മുഴുവൻ ചോദ്യത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, मान ले आप डॉक्टर रमणी अडकूरी से मिलने गए. നിങ്ങൾ ഡോക്ടർ രമണി അഡ്കൂരിയെ കാണാൻ വേണ്ടി പോയി, നിങ്ങൾ അവരെ നേരിട്ട് കണ്ടു എങ്കിൽ अपने അനുഭവം को डायरी के रूप में लिखे. നിങ്ങളുടെ അനുഭവം ഡയറിയിൽ എഴുതുവാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡയറിയിൽ വേണം? നിങ്ങൾ കണ്ടു ഡോക്ടർ രമണി അഡ്കൂരിയുടെ, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾക്ക് നേരിട്ടിപ്പോൾ കണ്ടിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ നമ്മൾ നമ്മുടെ ഭാവനയിൽ നമ്മൾ കണ്ടു എന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ രമണി അഡ്കൂരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതായിട്ട് ഇതിൽ എഴുതിയിരിക്കണം. അപ്പോൾ നമ്മളൊരു ദിനാങ്ക് എഴുതുന്നു. ആജ് മേ ജംഗൽ മേ ഏക് ഡോക്ടർ കോ ദേഖ. അപ്പം നിങ്ങൾ കണ്ടു എന്നാണല്ലോ പറയുന്നത്. എവിടെയാണ് ഡോക്ടർ അധികം ഉണ്ടാകാറ്? കാട്ടിലാണ് അല്ലേ? എന്ന് വെച്ചാൽ ആദിവാസി മേഖലയിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങളെ അവിടെ പോയി ശുശ്രൂഷിക്കുന്ന ഒരു രീതിയാണ്, ചികിത്സിക്കുന്ന രീതിയാണ് ഡോക്ടറുടേത്. ആജ് മേ ജംഗൽ മേ, ഇന്ന് ഞാൻ കാട്ടിൽ ഒരു ഡോക്ടറെ കണ്ടു. ഉസ്കാ നാം ഡോക്ടർ രമണി അഡ്കൂരി ഹെ. അവരുടെ പേരാണ് ഡോക്ടർ രമണി അഡ്കൂരി. डॉक्टर रमणी सामुदायिक स्वास्थ्य चिकित्सक है. दल ओडिशा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत है. അപ്പോൾ ഡോക്ടർ രമണി അഡ്കൂരി എന്താണ്? ഒരു സാമുദായിക സ്വാസ്ഥ്യ ചികിത്സകാണ്. അവർ ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെ ആരോഗ്യ രംഗത്ത് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. എന്ന് വെച്ചാൽ സാമൂഹിക രംഗത്താണ് അവർ കൂടുതലും. ഇനി പറയുന്നത് എന്താണ്? ഒഡീസ, മധ്യപ്രദേശ് ഓർ ഛത്തീസ്ഗഡ്, ഒഡീസയിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ആദിവാസി ഇലാക്കോമേ എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയിൽ, ഇലാക്ക മേഖല, ആദിവാസി മേഖലയിൽ പ്രാഥമിക സ്വാസ്ഥ്യമേ പിछले 20 सालों से कार्यरत है. അപ്പോൾ ചികിത്സാ രംഗത്ത് 20 വർഷമായിട്ട് അവർ പ്രവർത്തിച്ചു വരുന്നു. കാര്യരത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിച്ചു വരുന്നു. സ്വാസ്ഥ്യ കാര്യകർത്താവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാമൂഹിക പ്രവർത്തകരില്ലേ, സ്വാസ്ഥ്യ കാര്യകർത്താവോ ദായിയോ വ നഴ്സോ കോ പ്രശിക്ഷൺ ബി ദേ രഹി ഹേ. അപ്പോൾ ഇവിടെ പറയണേ, ദായിയോം എന്ന് പറഞ്ഞാൽ വയറ്റാട്ടികളാണ്. നേഴ്സും, അത് കൂടാതെ നേഴ്സുമാർക്കും പ്രശിക്ഷൺ ട്രെയിനിങ്ങും നൽകി വരുന്നു. ഡോക്ടർ രമണി അഡ്കൂരിയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇവർ ചികിത്സിക്കുന്നത് കാട്ടിലാണ്. എവിടെ? ഛത്തീസ്ഗഡ് ഓർ മധ്യപ്രദേശ്, ഒഡീസ തുടങ്ങിയവിടത്തുള്ള കാടുകളിൽ പോയിട്ട് ആദിവാസി മേഖലയിലുള്ള ജനങ്ങളെ അവിടെ പോയി അവരെ ചികിത്സിക്കുന്ന രീതിയാണ് ഡോക്ടറുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാസ്ഥ്യ കാര്യകർത്താവോ ദായിയോ വ നഴ്സോ കോ പ്രശിക്ഷൺ ബി ദേത്തെ ഹെ. പിന്നെ ആരോഗ്യ പ്രവർത്തകർ, അതുകൂടാതെ ദായിയ, ആ ഒരു മേഖലയിലുള്ള വയറ്റാട്ടിമാരൊക്കെ ഉണ്ടായില്ലേ, അവർക്ക്, പിന്നെ നേഴ്സുമാർ, ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള നേഴ്സുമാർ, അവർക്കൊക്കെ കൂടുതൽ അറിവ് കിട്ടുവാനും പിന്നെ ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ചികിത്സ, അവരുടെ ചികിത്സ മുടങ്ങരുത് എന്നതിനാലും ഡോക്ടർ അവർക്കും ട്രെയിനിങ് കൊടുത്തിരുന്നു. ഗനേ ജംഗൽ കെ ബീച്ച് സഫർ കർ, അല്ലെ, കൊടും കാടിനുള്ളിൽ നടന്ന് യാത്ര ചെയ്ത്, പൈതൽ നദി പാർക്കർ, നടന്ന് നദി ക്രോസ് ചെയ്ത്, ഗരീബ് ലോഗോങ്കോ ജോ ഫീസ് ബി നഹി ദേ സക്തെ, അതും ദരിദ്ര ലോകം അല്ലെ, പാവപ്പെട്ട ആളുകൾ
ഫീസ് പോലും നൽകാൻ കഴിയാത്ത ആളുകളെ തേടിയാണ് ഡോക്ടർ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. ഉനെ ഇലാജ് കർന സമാജ് കെ ജ്യാദാ ലോഗ് കെ ഗുൺ നഹി ഹെ. അവരെയൊക്കെ ചികിത്സിക്കുക എന്നുള്ളത്, ഇലാജ് എന്ന വാക്കിന്റെ അർത്ഥം ചികിത്സ എന്നാണ്. ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ. അവരെയൊക്കെ ചികിത്സിക്കുക എന്നത് ജ്യാദാ ലോഗോം കെ ഗുൺ നഹി ഹെ, അങ്ങനെ എല്ലാ ആളുകളിലും കാണുന്ന ഒരു ക്വാളിറ്റി അല്ല. യഹി ഗുണഹി ഉനെ അലഗ് കർത്തേ ഹെ. ഈ ഗുണമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. അപ്പൊ സാധാരണ ഡോക്ടർമാരെ പോലെ ഒരു റൂമിൽ ഇരുന്നിട്ട്, AC റൂമിൽ ഇരുന്നിട്ട് തന്നെ തേടി വരുന്ന രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതല്ല ഡോക്ടറുടെ രീതി. അവർ ആദിവാസി മേഖലകളിലേക്ക്, കാടുകളിലേക്ക് യാത്ര ചെയ്ത് അവിടെയുള്ള ആളുകളെ, അപ്പോൾ ഡോക്ടർ എത്തുമ്പോഴേക്കും തന്നെ അവിടെ ഒരുപാട് ആളുകൾ അന്നത്തെ ദിവസം ഡോക്ടറെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ടാകും. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഡോക്ടർ രമണി അഡ്കൂരിക്ക് ചരിത്രഗത വിശേഷതാവോ പർ ടിപ്പണി ലിഖേ. ഈ ചരിത്രഗത വിശേഷത എന്ന് പറയുന്നത് എന്താണ്? ചരിത്രഗത വിശേഷത എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പൊ ഡോക്ടറുടെ ക്യാരക്ടർ ആണല്ലോ ഇവിടെ ഏറ്റവും പ്രധാനം, അല്ലെ? ഒരുപാട് ഡോക്ടർമാരുണ്ട്, അതിലൊരാളാണ് ഡോക്ടർ രമണി അഡ്കൂരി എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കാനില്ലായിരുന്നു. ഡോക്ടറെ കുറിച്ച് നമ്മൾ അറിയില്ല. ഡോക്ടർ എങ്ങനെയുള്ള ഡോക്ടറാണ്? ആവശ്യക്കാരെ അങ്ങോട്ട് തേടിപ്പോയി അവരെ ചികിത്സിക്കുന്ന ആളായിരുന്നു, അല്ലെ? ആദിവാസി മേഖലയിലുള്ളവർക്ക് നല്ല ഒരു ചികിത്സ അവർക്ക് ലഭിക്കുന്നില്ല എന്നറിയുന്നതിനാൽ ഡോക്ടർ കാടുകളിൽ യാത്ര ചെയ്ത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി അതും അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ സ്വന്തമായി കൊണ്ടുപോയി അവരെ ചികിത്സിക്കുകയാണ് ഡോക്ടർ ചെയ്തിരുന്നത്. ഡോക്ടർ രമണി അഡ്കൂരി സാമുദായിക സ്വാസ്ഥ്യ ചികിത്സക് ഹെ. ओडिशा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में पिछले 20 सालों से कार्यरत है. കഴിഞ്ഞ ആൻസറിൽ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ആൻസറിൻ്റെയും ഫോർമാറ്റ് മാറുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതിലുള്ള കണ്ടന്റിന് വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഒരു ആൻസർ നന്നായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ രമണി അഡ്കൂരി സാമൂഹിക സ്വാസ്ഥ്യ ആരോഗ്യ ചികിത്സാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടറാണ്. ഒഡീസ, മധ്യപ്രദേശ് ഓർ ഛത്തീസ്ഗഡ് കെ ആദിവാസി ഇലാക്ക. അപ്പോൾ ഒഡീസ, മധ്യപ്രദേശ്, പിന്നെ അതുകൂടാതെ ഛത്തീസ്ഗഡ് തുടങ്ങിയ ആദിവാസി മേഖല, ഇലാക്കോമേ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഖലകളിലാണ് കഴിഞ്ഞ 20 സാലോസെ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. കാര്യരത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ആൻസറിലും പറഞ്ഞു. സ്വാസ്ഥ്യ കാര്യകർത്താവോ ദായിയോ വ നേഴ്സോ കോ പ്രശിക്ഷൺ ബി ദേ രഹി ഹേ. അവരെ പിന്നെ ആരോഗ്യ പ്രവർത്തകർ, അല്ലെ, വയറ്റാട്ടികൾ, കൂടാതെ നേഴ്സുമാർക്കും അവരെന്ത് കൊടുക്കുന്നു? പ്രശിക്ഷൺ, ട്രെയിനിങ് നൽകുന്നു. ആജ് അധികതർ ഡോക്ടർ ഫീസ് കെ അലാവ. ഇന്ന് അധിക ഡോക്ടർമാരും എങ്ങനെയാണ്? ഫീസ് കെ അലാവ, അവർ വാങ്ങുന്ന ഫീസ് കൂടാതെ പ്രയോഗശാല എന്ന് പറഞ്ഞാൽ ലാബ്, അല്ലെ, ലാബ്, ഫാർമസി ആദിക്കെ മാലിക് സെ മിൽക്കർ, അതിൻ്റെയൊക്കെ മാലിക് മുതലാളിമാരുമായിട്ട് കമ്മീഷൻ ബി ലേത്തേ ഹെ. അവരോടൊക്കെ കമ്മീഷനും വാങ്ങുന്നു. രോഗിയിൽ നിന്ന് വാങ്ങുന്ന പൈസ കൂടാതെ ഡോക്ടർ എഴുതുന്ന ടെസ്റ്റ് ഈ ലാബിൽ നിന്ന് തന്നെ ചെയ്യണം എന്ന് ഡോക്ടർ എഴുതി തരികയും അവിടേക്ക് വിടുന്ന പേഷ്യൻസിന് കമ്മീഷൻ വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇസ്കെ വിപരീത്, അതിനെയൊക്കെ വിപരീതമായിട്ട് ഇവിടെ ഡോക്ടർ രമണി അഡ്കൂരി ഗനേ ജംഗലോ കെ ബീച്ച്, അല്ലെ, കൊടും കാടിന് നടുവിൽ സഫർ കർ, അല്ലെ, യാത്ര ചെയ്ത്, സഫർ എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര ചെയ്ത്, പൈദൽ നദി പാർക്കർ, നടന്ന് നദി ക്രോസ് ചെയ്ത്, ഗരീബ് ലോഗോങ്കോ, അല്ലെ, ദരിദ്രരായ ആളുകളെ, ജോ ഫീസ് ബി നഹി ദേ സക്തെ, ഫീസ് പോലും നൽകാൻ കഴിയാത്ത, ऐसे इलाज करना, ഇങ്ങനെ ചികിത്സിക്കുക, സബ്കോ സംഭവ് നഹി ഹെ, എല്ലാവർക്കും സാധിക്കുന്നതല്ല. इन सबसे कहते हैं कि रमणी अडकूरी जैसे महिला समाज की बड़ी उपलब्धि है. ഇതിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും രമണി അഡ്കൂരിയെ പോലെയുള്ള ഒരു വനിത നമ്മുടെ സൊസൈറ്റിയുടെ, സമാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം, സൊസൈറ്റി,
അല്ലെ സമൂഹത്തിൻ്റെ ഉപലബ്ധി ഒരു നേട്ടം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡോക്ടർ രമണി അറ്റ്കൂരിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. അവരെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ കണ്ടുമുട്ടി എന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളൊരു ഡയറി എഴുതുക. ഇവിടെ ഒക്കെ നമ്മൾ എഴുതേണ്ടത് ഡോക്ടറുടെ പ്രത്യേകതയാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ കൊടുങ്കാട്ടിലേക്ക് യാത്ര ചെയ്ത്, അതും നടന്നിട്ടും മഴയാണെങ്കിലും ഒക്കെ അവരുടെ ചികിത്സയ്ക്ക് ഒരു മുടക്കം വരാതെ നടന്നു പോയി അവിടെ ആദിവാസി മേഖലയിലുള്ള ആളുകളെ നേരിട്ട് കണ്ട് അവർക്ക് ചികിത്സ നൽകുക എന്നതാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഡോക്ടറുടെ പ്രത്യേകത, ഡോക്ടറുടെ ക്യാരക്ടർ സ്കെച്ച്, ഡയറിയിൽ, ഇതിലൊക്കെ നമ്മൾ ഡോക്ടറെ കുറിച്ച് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ആ കാര്യം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. 20 വർഷത്തോളമായിട്ട് അവർ സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ ഈ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ 12-ാം തീയതി, 13-ാം തീയതി നിങ്ങൾക്ക് എക്സാം ആണ്, 12-ാം തീയതി ലൈവ് ഉണ്ട് 7 മണിക്ക്. അപ്പോൾ ലൈവിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.